ഹലോ ഇന്നത്തെ വീഡിയോ ഒരു വാട്ടയിട്ടിനിടെ ഒന്നുമല്ല. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിലെ ഉത്സവമാണ്. അപ്പോൾ വലിയൊരു അമ്പലമാണ്, കൂട്ടാലമ്മൂടി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ 10 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നാണ് അമ്പലത്തിൽ തൊഴാൻ പോയത്. അപ്പോൾ ചില ദിവസം എല്ലാ ദിവസവും അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനൊക്കെ പോകുമായിരുന്നു, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴേക്ക്. ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് മത്സര കമ്പമൊക്കെ ഉണ്ട്. അതൊരു 12 മണി കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ. അപ്പം ഞങ്ങൾ രാത്രി ഒരു 7 മണിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോയി കുറച്ച് നേരം അവിടെ നിന്ന് തൊഴുതിട്ട് അവിടെ കറങ്ങിയൊക്കെ നിന്നിട്ട് രാത്രി ഒരു 9 മണിയൊക്കെ തിരികെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഒരു സബ്സ്ക്രൈബറിനോട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. ഐഷു എന്നാണ് പേര്. ഐഷുവിനെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എനിക്കൊരു നെഗറ്റീവ് കമൻറ്റിലൂടെയാണ്. ഞാൻ ഡെയിലി മുമ്പൊക്കെ നല്ല ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് പിന്നെ കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ വാട്ട് ഈറ്റിൻ്റെ ഡേ ചെയ്തു തുടങ്ങി. അപ്പോൾ 1-2 വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആദ്യമൊക്കെ നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സ്ഥിരമായിട്ട് വാട്ട് ഈറ്റിൻ്റെ ഡേ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലർക്കും അത് ബോറാവും, കാരണം ഡെയിലി അത് തന്നെ ഇടുമ്പോഴത്തേക്കും. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥിരം ആ വീഡിയോ തന്നെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐഷു എന്ന് പറയുന്ന ഈ സബ്സ്ക്രൈബർ എനിക്ക് ഇങ്ങനെ കമൻസിലൂടെ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് അയച്ചു. ഡെയിലി നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എന്തിനാ ആൾക്കാരെ കാണിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് കമൻസ് ഇട്ടു. അപ്പോൾ എനിക്കത് കണ്ടിട്ട് നല്ല വിഷമം വന്നു. ഞാൻ തിരിച്ച് നെഗറ്റീവിൽ തന്നെ മറുപടി കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോ കണ്ടോളൂ, എനിക്ക് ഒരു താല്പര്യമില്ല, എൻ്റെ വീഡിയോ കാണുന്നതൊരു താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് വീണ്ടും ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ട് പിന്നെ കുറേ നാൾ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം താഴെ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് അതൊരു വിഷമമായി. പിന്നെ 2 ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആളിൻ്റെ അനക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പം എന്താണെന്ന് അറിയില്ല, ആ കുട്ടി തിരിച്ച് വന്നിട്ട് സോറി, ഇത്രയും നാൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടതിന് സോറി, എന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു കൂട്ടത്തിൽ ഞാനും ഉണ്ട്, നല്ലവണ്ണം വീഡിയോസൊക്കെ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷമില്ല കേട്ടോ. ഇപ്പോൾ ഞാനും ഐഷു നല്ല ഫ്രണ്ടാണ്. അപ്പോൾ ഐഷുവിന് ഒരു ഹായ്, ഐഷുവിന് നല്ലത് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഈ ഒരു സിന്ദൂര ഡപ്പ ഉണ്ടല്ലേ, എനിക്ക് ഒരു സിന്ദൂര ഡപ്പയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ആ ചെറുതിന് 50 രൂപയും ഈ ഞാൻ എടുത്തതിന് 80 രൂപയാണ്. അപ്പം നമ്മൾ എടുക്കുന്ന അതിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ കളർ സിന്ദൂരം ഇട്ട് തരും. അപ്പം ഞാൻ ഈ ചോപ്പാണ് എടുത്തത്. പിന്നെ കുറച്ച് നേരം അമ്പലത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ലൈറ്റൊക്കെ കണ്ടിട്ട് വേഗം തിരികെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.